ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. പേജ് നമ്പർ 483. നച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനമസക്തം തേഷു കർമ്മസു. പദാനുപദം. ധനഞ്ജയ, ഹേ ധനഞ്ജയ, തേഷു കർമ്മസു, ആ കർമ്മങ്ങളിൽ, അസക്തം അസക്തനായി, ഉദാസീനവത് ഉദാസീനനെ പോലെ, ആസീനം സ്ഥിതി ചെയ്യുന്ന, മാം എന്നെ, താനി കർമാണി ആ കർമ്മങ്ങൾ, ന നിബധ്നന്തി ച ബന്ധിക്കുന്നുമില്ല. വിവർത്തനം. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. ഭാവാർത്ഥം. ഭഗവാന് യാതൊരു പ്രവൃത്തിയുമില്ലെന്ന് ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ആധ്യാത്മിക ലോകത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആത്മാരാമസ്യ തസ്യാസ്തി പ്രകൃത്യാ ന സമാഗമഃ. ബ്രഹ്മസംഹിത 5:6. അദ്ദേഹം എപ്പോഴും ശാശ്വതവും ആനന്ദാത്മകവുമായ ആധ്യാത്മിക പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്നു. ഭൗതിക കർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തൻ്റെ വിവിധ ശക്തികളാലാണ് ഭൗതിക കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. സൃഷ്ടിയിലെ ഭൗതിക ക്രിയകളിൽ ഉദാസീനനാണ് അദ്ദേഹം. ഉദാസീനവത എന്ന വാക്ക് ഈ ഉപേക്ഷാഭാവത്തെ കുറിക്കുന്നു. പ്രകൃതി പ്രക്രിയകളുടെ ഓരോ സൂക്ഷ്മാംശവും അദ്ദേഹത്തിനധീനമാണെങ്കിലും ഉദാസീനനെ പോലെയാണ് ഭഗവാന്റെ നില. ന്യായസ്ഥനായ ഒരു ഹൈക്കോടതി ജഡ്ജിയെ ഉദാഹരണമായെടുക്കാം. തൻ്റെ കൽപ്പന പ്രകാരം പലതും സംഭവിക്കുന്നു. ഒരാളെ തൂക്കിക്കൊല്ലുന്നു, മറ്റൊരാളെ തടവിലിടുന്നു, ഇനിയും ഒരാൾക്ക് എമ്പാടും ധനം കിട്ടുന്നു. എങ്കിലും ജഡ്ജി ഇതിലെല്ലാം ഉദാസീനനാണ്. ആ ലാഭനഷ്ടങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അതേ വിധമത്രേ ഭഗവാന്റെ സ്ഥിതിയും. പക്ഷേ ഏതൊരു കർമ്മമേഖലയിലും അദ്ദേഹത്തിൻ്റെ കൈ എത്തുന്നുണ്ട്. വൈഷമ്യ നൈർഗൃണ്യേന. വേദാന്തസൂത്രം 2:1-34. ഭൗതിക ലോകത്തിലെ ദ്വന്ദ്വങ്ങളിലല്ല,
അവയ്ക്കതീതനായാണ് അദ്ദേഹം വർത്തിക്കുന്നത്. ഇതിൻ്റെ സൃഷ്ടി സംഹാരങ്ങളോട് താൻ ബന്ധപ്പെടുന്നതുമില്ല. ജീവാത്മാക്കൾ താന്താങ്ങളുടെ മുൻ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ജീവഗണങ്ങളിൽ പിറവിയെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടാറില്ല. ഹരേ കൃഷ്ണ.